കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അവൻ വർത്തമാനത്തിലേക്ക് തിരിച്ചെത്തിയത്. ആബിദിന്റെ മനസ്സിൽ വീണ്ടും ഓരോ ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു. റിജാദിന്റെ സംശയം മാത്രമാണ് അവൻ പറഞ്ഞത്. സത്യത്തിൽ ഈ പെണ്ണിന്റെ മനസ്സിൽ കടന്നുകൂടിയ ആൾ ആരാണെന്ന് അറിയില്ല. ഇനി വേറെ ആരെങ്കിലും ആയിരിക്കോ? ആബിദിന്റെ നെഞ്ച് അതിവേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ആബിക? അവന്റെ ചിന്തകളെ കീറിമുറിച്ചുള്ള അവളുടെ വിളി അവനൊന്ന് ഞെട്ടി അവളുടെ നേരെ തിരിഞ്ഞു. ആബിക, എന്തിനാന്ന് ഫയാസിന്റെ കൈയൊടിച്ചത്? എനിക്കതിന് ഉത്തരം വേണം. പറ, എന്തിനാ ചെയ്തത്? ആബിദിന്റെ മൗനമായിരുന്നു അതിന് ഉത്തരം. അവൻ മൈൻഡ് ചെയ്യാതെ ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അത് കണ്ട് അവൾക്ക് ദേഷ്യം ഇരഞ്ഞു കയറി. ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, എന്താ ചെവി കേട്ടുകൂടാന്നുണ്ടോ? ഈ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഒരുത്തനെ കൈ തല്ലിയൊടിച്ചു, പോരാഞ്ഞ് വീണ്ടും അവന്റെ കൈയും കാലും ഒടിച്ച് അവനെ കിടപ്പിലാക്കി. എന്താ വിചാരം? ഇതെന്താ വെള്ളരിക്കാ പറ്റണോ? എന്നിട്ട് എന്തിനു ചോദിക്കുമ്പോൾ മുഖവും വെറുപ്പിച്ചിരുന്നോളും. എന്നെല്ലാം ആയല്ലോ, എന്തിനാ അവന്റെ കൈയൊടിച്ച്? അവൾ ഒറ്റ ശ്വാസത്തിൽ അവനോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു തീർത്തു. എല്ലാം കേട്ട് ആബിദിന്റെ കൺട്രോൾ പോയി. അവൻ സ്റ്റെയറിംഗിൽ അടിച്ചുകൊണ്ട് അവളുടെ നേരെ തിരിഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നിന്റെ കയ്യെ കയറി പിടിക്കുമ്പോ നോക്കി നിൽക്കണോ? പറയടി, നോക്കി നിൽക്കണോ? എനിക്ക് ഇഷ്ടമല്ല. നിന്നൊരുത്തൻ ടച്ച് ചെയ്യുന്ന പോയിട്ട് നോക്കുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ അവന് ജീവൻ തിരിച്ചിട്ട് തന്നെ അവന്റെ ഭാഗ്യം കൊണ്ടാ. നീ എന്താ കരുതിയത്? എനിക്ക് വേറെ പണിയിലായിട്ടാണോ ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിന്നെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും വരുന്നത്? അതും ഇതുകൊണ്ട് തന്നെയാ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഉണ്ടോന്ന്? അവൻ അത്രയും പറഞ്ഞ് കഴിയുമ്പോഴേക്കും ദേഷ്യം കൊണ്ട് കിതക്കുന്നുണ്ടായിരുന്നു. കാറ് സഡൻ ബ്രേക്ക് നിർത്തി അവളെ നോക്കി. ഇപ്പൊ എല്ലാം കേട്ട് നമ്മുടെ അഹാനയുടെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. അവളുടെ കിളികളൊക്കെ പല വഴിക്കായി പറന്നു പോയിരിക്കുന്നു. പോയ കിളികളൊന്നും തന്നെ തിരിച്ചു വരത്തുമില്ല. കറന്റ് അടിച്ച പോലെ ആബിദിനെ തന്നെ നോക്കിയിരിപ്പാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അവന് ദേഷ്യം അടങ്ങാത്ത കാരണം വീണ്ടും അവളുടെ നേരെ തിരിഞ്ഞ് അവളുടെ രണ്ട് ഷോൾഡറിന് താഴെയായി അവന്റെ കൈകൾ കൊണ്ട് ബലമായി പിടിച്ചു. ഇനി മോളുടെ മനസ്സിൽ വല്ലവനോടും വല്ലതും ഒട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കിടപ്പിലുള്ളവന്റെ അവസ്ഥ തന്നെയായിരിക്കും നിന്റെയും. കേട്ടോടി? സോ മോളും മുളയിലേ നുള്ളിക്കോ. അത് പറഞ്ഞ് ഒരു കൈ അവനവളുടെ നെഞ്ചിൽ ചേർത്ത് വെച്ചു. ദേ, ഇവിടെ മറ്റൊരുത്തിനെയും കയറിക്കൂടാൻ ഞാൻ സമ്മതിക്കില്ല, കേട്ടല്ലോ? അതും പറഞ്ഞ് അവൻ അവളിൽ നിന്ന് അവന്റെ കരങ്ങളെടുത്തു. അവൻ കലിപ്പിലുള്ളത് കൊണ്ട് അവളെ പിടിച്ചൊന്ന് കുലുക്കിയിട്ടാണ് കൈയെടുത്തത്. താൻ എവിടെയാണുള്ളതെന്ന ബോധം പോലും ഇല്ലാതെ എല്ലാം കേട്ട് കണ്ണു തള്ളിയുള്ള അവളുടെ ഇരിപ്പ് അവിടെ തുടർന്നു. ശരീരമാകെ തരിച്ച് കയറുന്ന പോലെ. മറുത്തൊന്നും പറയാനോ ചോദിക്കാനോ നാവ് ചലിക്കുന്ന പോലുമില്ല. എന്തോ ഒരു ഉൾവിളി കിട്ടിയതുപോലെ അവളൊന്ന് ഞെട്ടി ബോധത്തിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ ഒരു വശത്തായി ഡ്രൈവിംഗ് സീറ്റിൽ നെറ്റിയിൽ ചൂണ്ടുവിരലും തള്ളവിരലും വെച്ചുകൊണ്ട് ആബിക്ക് എന്തോർത്ത് ഇരിപ്പാണ്. അവളുടെ കാതുകളിൽ അവൻ പറഞ്ഞ ഓരോ വാക്കുകൾ ഇരമ്പി കയറിക്കൊണ്ടേയിരുന്നു. കാറ് ബ്രേക്കിൽ നിർത്തിയിരിക്കുകയാണ്. അവളൊന്ന് ചുറ്റിനും കണ്ണോടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് താൻ വീടിന് മുമ്പിൽ എത്തിയിരിക്കുന്നതെന്ന്. കാർ അകത്ത് കയറ്റാതെ ഗേറ്റിന് പുറത്ത് തന്നെയാണുള്ളത്. അവൾ ഒന്നുകൂടി അവനെ നോക്കി. അവൻ്റെ ആ വാക്കുകളെ മനസ്സിൽ ചാലിച്ചുകൊണ്ട് ഒന്നും നോക്കാതെ അവൾ പെട്ടെന്നിനെ ഡോറ് തുറന്നു. തിരിഞ്ഞു നോക്കാതെ അവളുടെ വീട് ലക്ഷ്യമാക്കിയ ഒരു ഓട്ടമായിരുന്നു. ശബ്ദം കേട്ട് ആബിദ് തൻ്റെ തല ഉയർത്തി നോക്കുമ്പോഴേക്കും അവൾ ഓടി മറിഞ്ഞിരുന്നു. അവന് ചൂടൻ തണുത്തു. കുറച്ചു മുമ്പ് ദേഷ്യത്തിന് പുറത്ത് താൻ എന്തൊക്കെയാണ് അവളോട് പറഞ്ഞതെന്ന് ഓർത്തെടുത്തുകൊണ്ട് അബദ്ധം പറ്റിയതുപോലെ ആബിദ് അവൻ്റെ മുടിയലുകളിലൂടെ വിരലോടിച്ച് സീറ്റിൽ തലയായിച്ചു വെച്ചു. എൻ്റെ റബ്ബേ, എന്തൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ് കൂട്ടിയത്? അവൾ ഓടിപ്പോയി റൂമിൽ ചെന്ന് കതകടച്ചു. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് സ്വന്തം പ്രതിബിംബത്തെ നോക്കി നിന്നു. ശരീരമാകെ കോരിത്തരിക്കുന്ന പോലെ. അവൾ തന്നെ രണ്ട് കണ്ണുകളും അടച്ച് ആബിദ് പറഞ്ഞ വാക്കുകൾ ഓർത്തെടുത്തു. പതിയെ വലത്തേക്കായി അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ദ്രുതഗതിയിലുള്ള ആ നെഞ്ചിന്റെ ഓരോ ഇടിപ്പും ആബിദിന്റെ പേര് വിളിച്ച് പറയുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ തുറന്ന് നെഞ്ചിലെ കൈ എടുത്തു മാറ്റി. എന്തോ ഓർത്തുന്ന പോലെ അവൾ ഫ്രഷ് ആവാനായി ബാത്റൂമിൽ കയറി. ഷവർ ഓൺ ചെയ്ത് അതിനിടയിൽ കുറേ സമയം നിന്നു. തണുപ്പുള്ള ഓരോ തുള്ളി വെള്ളവും അവളുടെ മൂർത്താവിൽ വന്ന് വീഴുമ്പോഴും ആബിദ് പറഞ്ഞ വാക്കുകളുടെ പിടി അവൾ വിട്ടില്ല. ഫാസി പറഞ്ഞ ശരിയാണോ ഇക്കാക്ക് എന്നോട്? കുളി കഴിഞ്ഞ് വീണ്ടും അവൾ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് തല തുവർത്താൻ തുടങ്ങി. മനസ്സ് ഇപ്പോഴും ആ കാറിൽ വെച്ചുണ്ടായ സമ്പത്തിൽ തന്നെയാണ്. യാന്ത്രികമായി അവളുടെ അധരങ്ങളിൽ ചെറു ചൂട് പുഞ്ചിരി വന്നുപോയി. ആബിക്ക. താൻ ചെയ്ത അബദ്ധത്തെ പഴിച്ചുകൊണ്ട് ആബിദ് റൂമിൽ ചെന്നു. അവൻ ഒന്നിനൊരു മൂഡ് വന്നില്ല. നേരെ ബാൽക്കണിയിൽ പോയി ഒരു വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവളോട് സോറി പറയണം. എന്തൊക്കെയാ താൻ പറഞ്ഞത്? ദേഷ്യത്തിന് സമയം സാഹചര്യം നോക്കിയില്ല. വാർഡ്രോബ് വലിച്ചു തുറന്ന് അതിൽ നിന്നും ബാത്ത് ടവലെടുത്ത് ബാത്റൂമിലേക്ക് വിട്ടു. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അവൻ്റെ ഉപ്പ അവിടേക്ക് വന്നത്. മോനെ ആബി, മുഫീയുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നായിരുന്നു. അവരുടെ നിക്കാഹ് ഈ മാസം കഴിയുന്നതിന് മുമ്പ് നടത്തണമെന്നാ അവർ പറയുന്നത്. സാദിഖിൻ്റെ ഉമ്മാമ കുറേയായിട്ട് കിടപ്പിലല്ലേ. പിന്നെ അവന് ജോലി സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലീവ് കിട്ടിയെന്ന് വരില്ല. 2 ദിവസം കഴിഞ്ഞാൽ നിശ്ചയം കഴിഞ്ഞ് ഡേറ്റ് തീരുമാനിക്കുന്ന പറഞ്ഞു.
നിനക്ക് പോകണ്ടേ? ഡേറ്റ് മാറ്റാൻ പറ്റുമോ? അത് കുഴപ്പമില്ലപ്പാ, അവിടെയുള്ള കാര്യങ്ങളൊക്കെ സെമീർ നോക്കിക്കോളും. പിന്നെ ഒരു പാർട്ടിയായിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുണ്ട്. പക്ഷെ അവർ ഇന്നലെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റിന് വേണ്ടി US പോയിരിക്കുകയാണെന്ന്. അത് കഴിഞ്ഞ് ബാക്കി പ്രിപ്പറേഷനൊക്കെ ചെയ്യാമെന്ന്. പിന്നെ ഞങ്ങൾക്ക് വലിയ തിരക്കില്ല, പതിയെ മതി. എന്നാ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം, നമുക്ക് ഒട്ടും സമയമില്ല. അടുത്ത കുടുംബക്കാരൊക്കെ വിളിക്കണം, പർച്ചേസ് കാര്യങ്ങൾ ഒക്കെ പെട്ടെന്ന് ചെയ്യണം. ശരിയപ്പാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അയാൾ അവനെ തലയിൽ ചെറുതായി തലോടിക്കൊണ്ട് റൂമിൽ നിന്ന് പോയി. ഇന്നും മാജി ലീവായത് കാരണം അവൾ അഹാനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നിയതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. കാര്യം ആബിദിനെ ഫേസ് ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ് അവൾ പോകാഞ്ഞത്. ആബിദാണെങ്കിൽ മാജി അവളെ വീട്ടിലേക്ക് വിളിക്കും, അവൾ വരുമെന്നൊക്കെ കരുതി കാത്തിരുന്നു. എന്നാലും ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവളെങ്ങനെ ഫേസ് ചെയ്യുന്ന ടെൻഷനിലായിരുന്നു അവനും. സമയം ഒരുപാടായിട്ടും അവൾ വരാത്ത കണ്ട് അവൻ അവരുടെ കോമൺ ബാൽക്കണിയിലേക്ക് പോയി നിന്നു. മഴയെ വരവേൽക്കാനായി വീശിയ തണുത്ത കാറ്റ് അവനെ തഴുകിക്കൊണ്ടിരുന്നു. കാർമേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു പോകുന്ന ചന്ദ്രനെ അവൻ തലയുയർത്തി നോക്കുകയായിരുന്നു. അപ്പോഴേക്കും തണുത്തൊരു തുള്ളിവെള്ളം ആകാശത്തു നിന്നും അവന്റെ കവിളിലേക്ക് പതിഞ്ഞു. കൈകൊണ്ട് അത് തുടച്ചു നീക്കുമ്പോൾ അവൻ കണ്ടു തൻ്റെ ജീവന്റെ തുടിപ്പായ തൻ്റെ പ്രാണനെ. ഒരു നോർമൽ ടോപ്പും പാൻറ്റും ഇട്ട് ഷോൾ തലയിലിടാതെ ജസ്റ്റ് കഴുത്തിൽ ചുറ്റിവെച്ച് ബാൽക്കണിയിൽ നിന്നും ആ മഴയെ കൈകൊണ്ട് വരവേൽക്കുകയായിരുന്നു അവൾ. മുടിയെ ഒതുക്കി കെട്ടാതെ അലസമായി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ചെറുപുഞ്ചിരിയോടുകൂടി ബാൽക്കണിയുടെ പുറത്ത് രണ്ട് കൈയും നീട്ടി മഴവെള്ളം തൻ്റെ കൈപ്പിടിയിലാക്കുകയാണ് അവൾ. അവിടെ അത്യാവശ്യം നല്ല ബ്രൈറ്റായുള്ള ലൈറ്റ് ഇട്ടതിനാൽ അവളെ നന്നായി അവന് കാണാൻ സാധിച്ചു. പെട്ടെന്ന് അവൻ ക്യാമറ ഓൺ ചെയ്ത് അവളുടെ പല പോസിലുള്ള ചിത്രങ്ങൾ പകർത്താൻ തുടങ്ങി. മഴവെള്ളവുമായി കളിച്ച് രസിക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ തോന്നി. അവളെയും ചേർത്ത് പിടിച്ച് മഴയിൽ അലിഞ്ഞു ചേരാൻ അവൻ്റെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊണ്ടു. അവളുടെ അതരങ്ങളിൽ മിന്നി മറയുന്ന ആ പുഞ്ചിരി അവൻ്റെ നെഞ്ചിലേക്ക് തുളച്ച് കയറുന്ന പോലെ. മനസ്സുകൊണ്ട് അവളിലേക്ക് സ്വയം അലിഞ്ഞു ചേർന്ന് ആബിദ് ആ ബാൽക്കണിയിൽ നിന്നു. ഒരു ദീർഘശ്വാസമെടുത്ത് അവൻ മിഴികൾ തുറന്നു നോക്കിയപ്പോൾ മഴയുടെ ചാറ്റിൽ കൊണ്ട് മുഴുവനായി നനഞ്ഞിരിക്കുന്നു. അവളിൽ അലിഞ്ഞു ചേർന്നതിൻ്റെ ഒരടയാളം പോലെ. റൂമിലെത്തി ആബിദ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കിടക്കാൻ നേരം താൻ പകർത്തിയ അവളുടെ ചിത്രങ്ങൾ ഓരോന്നായി അവൻ എടുത്തു നോക്കി. ആ ചിത്രങ്ങളെ അവൻ്റെ വിരലുകൾ കൊണ്ട് പതിയെ തലോടി. അത് തന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ എപ്പോഴും ഉറക്കത്തിലേക്ക് ആണ്ടുപോയി. മുഫിയുടെ കല്യാണ നിശ്ചയമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. 20 ദിവസം കഴിഞ്ഞാൽ അവളുടെ കല്യാണമാണ്. മുഫിയുടെയും സാദിഖിൻ്റെയും ജീവിതത്തിലെ വഴിത്തിരിവ്, ഒരു ടേണിംഗ് പോയിന്റ്. കല്യാണത്തിന് അത്ര ദിവസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. മമ്മ അധികവും ഉമ്മിയുടെ വീട്ടിൽ തന്നെയാണ്, കൂടെ സഫയും. അവൾക്കിപ്പോൾ കുറേയൊക്കെ സങ്കടം മാറിയിരിക്കുന്നു. ആബിക്കയെക്കുറിച്ച് അധികമൊന്നും പറയാറില്ല. ഞാനാണെങ്കിൽ ഓരോ കാരണവും പറഞ്ഞ് അവിടെ മാക്സിമം പോവാൻ നിൽക്കും. കാര്യം റിജാദയ്ക്കെയും ആബിക്കയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. പക്ഷെ ആ തെണ്ടി മാജി എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടുപോകും. ഭാഗ്യത്തിന് ഇതുവരെ രണ്ടുപേരുടെയും മുന്നിൽ പെടേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ ആബിക്കൊരു ഡ്രൈവറെ ഏർപ്പാടാക്കിയിരുന്നു. മൂപ്പര് കല്യാണത്തിനൊക്കെ ആയത് കാരണം. സോ അവിടെയും കാണാൻ പറ്റില്ല. നന്നായി. കല്യാണത്തിന് 10 ദിവസം മാത്രം ഉള്ളപ്പോൾ ആബിക്കയുടെ വീട്ടിൽ അവരുടെ അടുത്ത കുടുംബക്കാരൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. ചിലരൊക്കെ അവിടെ സ്റ്റേ ചെയ്തു. മാജിയുടെ ഉമ്മ, അതായത് എൻ്റെ ഉമ്മയുടെ ഇത്താത്തമാരും അനീത്തിമാരും അവരുടെ മക്കളൊക്കെ അവിടെ സ്റ്റേ ചെയ്തു. അതിൽ ഉമ്മയുടെ നേരെ ഇളയ അനീത്തിയുടെ മകൾ ഫറ ഞങ്ങളുമായിട്ട് നല്ല കൂട്ടായി. ബാക്കിയുള്ള എല്ലാവരെയും പരിചയപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് എൻ്റെ ഓപ്പോസിറ്റായി റിജാദൊക്കെ നടന്നു വരുന്നത് കണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ചിരി മാത്രം പാസ്സാക്കി പോകാൻ തുനിഞ്ഞപ്പോൾ മൂപ്പര് പുറകിൽ നിന്ന് വിളിച്ചു, അഹാന താനെന്താടോ എൻ്റെ മുമ്പിൽ പോലും നേരവണ്ണം നിൽക്കാത്ത? താൻ പേടിക്കണ്ട, ഇനി ആ കാര്യം പറഞ്ഞ് തന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. പിന്നെ ഇങ്ങനെ മിണ്ടാൻ നടക്കുമ്പോൾ വല്ലാത്ത വിഷമം. ലെറ്റ് ബി ഫ്രണ്ട്സ്. അവൻ അതും പറഞ്ഞ് അവൾക്ക് നേരെ കൈനീട്ടി. ചെറു പുഞ്ചിരിയോടെ അവൾ തിരിച്ച് അവനും കൈ കൊടുത്തു. ഹോ, ഇനി എൻ്റെ മുമ്പിൽ വരാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ. അവളൊന്ന് ചിരിച്ചു. ഞാൻ പോട്ടെ റിജാദക്ക, പോയിട്ട് കുറച്ച് പഠിക്കാനുണ്ട്, എക്സാം പഠിക്കല്ലേ, നാളെ കാണാം. അവനോട് ബൈ പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി. റൂമിലേക്ക് കയറുന്നതിൻ്റെ ഇടയിലാണ് ആബിദ് റിജാദിനെയും അഹാനെയും കണ്ടത്. അവരുടെ സംസാരം ആബിദ് ശ്രദ്ധിച്ചിരുന്നു. അഹാന പോയ വഴി നോക്കി അവൻ പുഞ്ചിരിച്ചു. റിജാദിൻ്റെ ആ പ്രവൃത്തി ആബിദിൻ്റെ മനസ്സിനെ നന്നായി തണുപ്പിച്ചു. അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പുതിയ കമ്പനിയുടെ ലോഞ്ചിങ് കഴിഞ്ഞു. കമ്പനി ചാരുവായി തുടങ്ങി. അതുകൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. പോരാത്തിന് കല്യാണത്തിരക്ക് വേറെയും. ഇതിനിടയിൽ എൻ്റെ പെണ്ണിനെ ഒന്ന് നേരാവണ്ണം കാണാൻ പോലും പറ്റിയില്ല. ഏതായാലും എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ടല്ലോ, അത് മതി. ആബിദ് മനസ്സിൽ കരുതിക്കൊണ്ട് ഫ്രഷ് ആവാൻ കയറി. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന അഹാന അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ മാജിയും പോയി. അവളെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഓരോ കാരണവും പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോകില്ലെന്ന് അവൾക്കറിയാം. ആബിദ് ഒന്ന് പണിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയിരുന്നു. അപ്പോഴാണ് അവരുടെ വീടിന് മുന്നിൽ ഒരു ബെൻസ് വന്ന് നിർത്തിയത്. കാർ വന്നു കണ്ട ഉടനെ ആബിദും ഉമ്മയും ഉപ്പയും ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയി അവരെ സ്വീകരിക്കാനായി. ആബിദിന്റെ ഉപ്പ കബീറിന്റെ പെങ്ങൾ സഫിയയും അവരുടെ ഭർത്താവ് സുബൈറുമായിരുന്നത്. പക്ഷേ ഹൈലൈറ്റ് അവരല്ല. ബാക്ക് സീറ്റിൽ നിന്നൊരു പെണ്ണിറങ്ങിയിരുന്ന കണ്ട് എല്ലാവരും ഒന്ന് നോക്കി.
ജീൻസും ആരവരെ മാത്രം ഇറക്കമുള്ള ഒരു ടോപ്പുമാണ് വേഷം. ഷോൾ എന്ന് പറയാൻ പറ്റാത്ത ഒരു നേരിയ തുണിക്കഷ്ടം കഴുത്തിലൂടെ ചുറ്റിയിട്ടുമുണ്ട്. സ്ട്രൈറ്റ് ചെയ്ത മുടി ഒതുക്കി കിട്ടാതെ അഴിച്ചിട്ടിരിക്കുകയാണ്. കണ്ടാലൊരു വെസ്റ്റേൺ സ്റ്റൈൽ. വേറെ ആരുമല്ല, സഫിയയുടെയും സുബൈറിന്റെയും മകൾ റഫ സുബൈർ. എല്ലാവരും സന്തോഷത്തോടെ അവരെ വരവേറ്റു. ആബിദ് ഈ സമയം കോൾ ചെയ്യാനായി ലോണിൽ പോയിരുന്നു. കോൾ കഴിഞ്ഞ് അവൻ വരുമ്പോഴാണ് പുതിയ അതിഥികളെ കണ്ടത്. ആബിദിനെ കണ്ട ഉടനെ റഫ ഓടിച്ചെന്ന് അവന് കെട്ടിപ്പിടിച്ചു. എന്തൊക്കെയാ ആബി, എത്രയായി കണ്ടിട്ട്? എങ്ങനെയാ ഒരു ലീവ് കിട്ടിയെന്ന് അറിയോ? പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം പെറുക്കി നാട്ടിലേക്ക് പോന്നു. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ. ആബിദിന് അവളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ മാക്സിമം അവളിൽ നിന്ന് വിട്ടുമാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അട്ട പിടിച്ച പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അഹാനെയും കൂട്ടി മാജി അവിടേക്ക് വന്നതും കറക്റ്റ് സമയത്തായിരുന്നു. അവർ വീട്ടിലേക്കായതും ആബിദിനെ ചുറ്റി പിടിച്ച് നിൽക്കുന്ന റഫയെ കണ്ട് അവളുടെ 2 കണ്ണും തള്ളിപ്പോയി. ഒറ്റ നിൽപ്പിൽ അവൾ അവരെ രണ്ടുപേരെയും നോക്കി നിന്നു. അഹാനെ കണ്ട ആബിദ് പെട്ടെന്ന് തന്നെ റഫയെ തള്ളി മാറ്റി. അവൾ ആബിദിനെ കൂർപ്പിച്ച് നോക്കി ദഹിപ്പിക്കുകയാണ്. ആബിദാണെങ്കിൽ പൊട്ടൻ ചന്തക്ക് പോയതുപോലെ അവൾ തന്നെ നോക്കി നിൽപ്പും. ആബിദിനും ആസിയും കബീറും എല്ലാവർക്കും അവരെ പരിചയപ്പെടുത്തി. റഫ അഹാനയ്ക്ക് നേരെ കൈ നീട്ടി. അവൾ ആബിദിനൊന്ന് കണ്ണുവീഴ്ച നോക്കി അവൾ കൈ കൊടുത്തു. ഹേയ്, ഐ ആം റഫ സുബൈർ. ഐ ആം അഹാന മുഹമ്മദ്. എന്താ ചെയ്യുന്നത്? ഞാൻ US-ലായിരുന്നു, MBA ഫൈനൽ ഇയർ. പരസ്പരം പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അഹാനയും മാജിയുടെ റൂമിലേക്ക് പോയി. പോകുന്നതിനിടയ്ക്ക് ആബിദിനെ നോക്കി കണ്ണുമിഴിക്കാൻ അവൾ മറന്നില്ല. സഫിയ, നിന്റെ മോനെവിടെ? അവൻ വന്നില്ലേ? ആബിയുടെ ഉമ്മയായിരുന്നത്. അവനും വന്നതാ. പിന്നെ കുറെ കാലം കൂടി നാട്ടിൽ വന്നല്ലേ. ഇവിടെയുള്ള കൂട്ടുകാരൊക്കെ മീറ്റ് ചെയ്യാൻ പോയി. എല്ലാം കഴിഞ്ഞ് രാത്രി വരാന്നാ പറഞ്ഞേ. ആ പറഞ്ഞതാണ് സഫിയുടെയും സുബൈറിന്റെയും മൂത്ത മകൻ ആദിൽ സുബൈർ. പുള്ളി US-ൽ ഡോക്ടറാണ്. കോഴ്സ് കഴിഞ്ഞ് ജോലി കയറിയതേ ഉള്ളൂ. നീ അഹാന, നിനക്ക് ആ സാധനത്തിന് ഇഷ്ടപ്പെട്ടോ? ഏത് സാധനം? നീ ഇപ്പൊ വന്നില്ലേ ആ റഫ, അവളെ. എനിക്കിഷ്ടപ്പെടാൻ എന്താടി? ഞാനെന്താ അവളെ കെട്ടാൻ പോവാണോ? അതല്ലടി, എനിക്ക് ആ സാധനത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ലോകത്ത് ആർക്കില്ലാത്തൊരു ജാട അവൾക്ക്. അമേരിക്കയിൽ പഠിച്ചതിൻ്റെ ആയിരിക്കും. പിന്നെ ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്നറിയോ? അവൾക്ക് എൻ്റെ ആബികാനെ വലിയ ഇഷ്ടമാണ്. കുറെ കാലമായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. മുറപ്പെണ്ണാണെന്ന് പറഞ്ഞ് മാജി അത് പറഞ്ഞപ്പോൾ അത്ര നേരം വലിയ മൈൻഡ് കൊടുക്കാൻ നിന്ന അഹാന പെട്ടെന്ന് ഞെട്ടി അവൾ നോക്കി. നീ എന്താ പറഞ്ഞേ? ആബിക്കാനെ? ആടി, പറഞ്ഞു വരുമ്പോ ഇക്കാനെ മുറപ്പെണ്ണല്ലേ? എന്നിട്ട് നിന്റെ ഇക്കാക്ക് അവളെ ഇഷ്ടമാണോ? എവിടെ, നിനക്ക് വേറെ പണിയില്ലേ? ഇതേ ആള് മാറ്റമുണ്ട്. ഇത് മാജിയുടെ ഇക്ക. അത് അങ്ങനെയൊന്നും വീഴൂല മോളെ. ഇക്കാക്ക് അവളെ കാണുന്നേ അറപ്പാ. കുറെ കാലം അങ്ങ് US-ലായതുകൊണ്ട് സമാധാനം ഉണ്ടേനു. ഇപ്പതേ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. പണ്ടാരം കോലം നേരം കണ്ടില്ലേ? ഒരുമാതിരി അവളുടെ വയറ് കാണിച്ചുള്ള ടോപ്പും ഒലക്ക. ആബിദിന് അവൾ ഇഷ്ടമല്ലെന്നത് അഹാനെ കുറച്ചൊന്നല്ല ആശ്വാസം നൽകിയത്. എന്നാലും അവൾ ആബിദിന്റെ കൂടെ കാണുമ്പോൾ അവൾക്കൊരു വീർപ്പുമുട്ടലാണ്. അഹാനയും മാജിയും ഫറയും ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഹാനയുടെ ഫോൺ മാജിയുടെ റൂമിൽ വെച്ച് മറന്നുകൊണ്ട് അതെടുക്കാനായി അവൾ അങ്ങോട്ടേക്ക് പോയി. അതിനിടയ്ക്കാണ് ആ റഫ ആബിദിന്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടത്. ആ പെണ്ണ് കുളിച്ച് ഫ്രഷായി മുട്ടിന് കുറച്ച് മാത്രം താഴെയുള്ള ഒരു ബർമുഡയും ടീഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. ഷോൾ കഴുത്തിലൂടെ ചുറ്റി വെച്ചിരിക്കുകയാണ്. ആ പോക്ക് കണ്ടാലറിയാം നമ്മുടെ ആബിക്കാനെ മയക്കാനാണെന്ന്. അഹാന അവൾ കാണാതെ പതിയെ ആബിദിന്റെ റൂമിന്റെ ഡോറിന്റെ ഇടയിലൂടെ അവർ ഒളിഞ്ഞു നോക്കി. ഹേയ് ആബി, നീ എന്തൊരു മൈൻഡ് ഇല്ലാത്ത? തിരിഞ്ഞെന്ന് ഫോം വിളിക്കുന്ന അവനെ റഫ പുറകെ നിന്നും അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. റഫ, നീ എന്താ എൻ്റെ റൂമിൽ? ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്. നീ ഇപ്പോൾ പോ പ്ലീസ്. അവൻ തന്നെ ചുറ്റി വെച്ചിരിക്കുന്ന അവിടെ കൈയെടുത്ത് നീക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ആബി, ഞാൻ അവിടെ നിന്ന് നിന്നെ കാണാൻ വേണ്ടി മാത്രമാ ഇങ്ങോട്ടേക്ക് തിരിച്ച്. അപ്പോൾ നിനക്ക് എന്നോട് സംസാരിക്കാൻ നേരമില്ല? ഞാൻ പറഞ്ഞു നിന്നോട് ഇങ്ങോട്ടേക്ക് ഓടി വരാൻ. നോക്ക് റഫ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, എനിക്ക് നിന്നോട് അങ്ങനെ ഒരു താല്പര്യമില്ല. യു ആർ മൈ സിസ്റ്റർ. അതിലുപരി താനൊന്നും പ്രതീക്ഷിക്കേണ്ട. വെറുതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോവാൻ നോക്ക്. ആബിദ് കൽപ്പിൽ തന്നെ പറഞ്ഞു. ഞാൻ നിന്നെ വിടുമെന്ന് നീ കരുതണ്ട. നിന്റെ മുറപ്പെണ്ണാണ് ഞാൻ. ആ അധികാരം എനിക്കുണ്ട്. പിന്നെ നീ ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിന്റെ പുറകെ നിന്ന് പോകുന്ന കരുതണ്ട. റഫ പ്ലീസ്, ഐ ആം ബിസി റൈറ്റ് നൗ. ഒന്ന് പോയി തരൂ. അവൻ അവൾക്ക് നേരെ കൈകൂപ്പി. വീണ്ടും അവൾ അവനെ ടച്ച് ചെയ്യാനായി കൈ ഉയർത്തിയപ്പോൾ അവൻ അവളോട് പൊട്ടിത്തെറിച്ചു. അവിടെയുണ്ടായ ഗ്ലാസ് കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. നിന്നോട് പോരല്ലേ പറഞ്ഞു? ഇനി എന്നെ ടച്ച് ചെയ്യാൻ വന്നാ എന്റെ ഈ കൈ നിന്റെ കവളിനെ നന്നായിട്ടൊന്ന് ടച്ച് ചെയ്യും. കാണോടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.